നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികളും കേരളത്തിൽ പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികകളുടെ ഒരു അവലോകനവും അതിലുള്ള കോമഡികളും ആണ്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രധാന രാഷ്ട്രീയ മുന്നണികളായ LDF, UDF, NDA എന്നിവർ പുറത്തിറക്കിയ പ്രകടന പത്രികകളിലെ പ്രധാന വാഗ്ദാനങ്ങൾ ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും എല്ലാ മുന്നണികളും ഊന്നൽ നൽകിയിരിക്കുന്നത് അതിൽ മാത്രമാണ്. അപ്പോൾ LDF അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തിനാണ് ഇടതു മുന്നണി മുൻഗണന നൽകിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ, സാമൂഹിക ക്ഷേമ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. തൊഴിൽ 50% സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്ന തരത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. വീട്ടമ്മമാർക്കായി 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. റബ്ബറിന്റെ തറവില 300 രൂപയായി ഉയർത്തും. ഇനി ആരോഗ്യത്തിന്റെ കാര്യം നോക്കിയാലോ, കാരുണ്യ പദ്ധതിയുടെ ചികിത്സാ പദ്ധതി ഉയർത്തി പരിധികളില്ലാത്ത ചികിത്സ ഉറപ്പാക്കും. പിന്നെ ഗതാഗതം നോക്കിയാൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ റെയിൽ പദ്ധതികൾ നടപ്പിലാക്കും. ഇതൊക്കെ LDF ആണ്. UDFന്റെ കാര്യം നോക്കിയാലോ, ഇനി ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിലാണ് UDF തങ്ങളുടെ പ്രധാന വാഗ്ദാനങ്ങൾ അവതരിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ, എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയാക്കും. ആരോഗ്യം, ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ആശുപത്രികളിൽ ബെഡ് ഓരോ പൗരന്റെയും അവകാശമാക്കും. സ്ത്രീകൾ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. മാത്രമല്ല, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം. ന്യായ പദ്ധതി, അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് മാസം 6000 രൂപ ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതി. വിശ്വാസ സംരക്ഷണത്തിനായി പ്രത്യേക നിയമം. തദ്ദേശ വികസനത്തിനായി മിഷൻ സമുദ്ര. ഇനി NDA പറയുന്നത് നോക്കിയാലോ, വികസനവും കേന്ദ്ര പദ്ധതികളുടെ വ്യാപിപ്പിക്കലുമാണ് NDA ലക്ഷ്യമിടുന്നത്. ക്ഷേമ പെൻഷൻ, പ്രതിമാസ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. സ്ത്രീക്ഷേമം, അതായത് സ്ത്രീ വോട്ടർമാർക്ക് മാസം 2500 രൂപ നൽകുന്ന ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്. വർഷത്തിൽ 2 സൗജന്യ പാചകവാതക സിലിണ്ടറുകൾ നൽകും. ആഹാ! ഓണം, ക്രിസ്മസ്, അതായത് ഓണത്തിനും ക്രിസ്മസിനും പാചകവാതക സിലിണ്ടറുകൾ 2 എണ്ണം ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് NDA. ഓണത്തിനും ക്രിസ്മസിനുമാണ്. ഇതിൽ ഒരു വിഭാഗത്തെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് അവരുടെ പെരുന്നാളിനോ അവരുടെ ഉത്സവങ്ങൾക്കോ ഒന്നുമില്ല. വേണമെങ്കിൽ വിറവ് കത്തിച്ച് വേവിച്ചാൽ മതി എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അത് അതിലെ ഒരു കോമഡിയാണ്. ശരി, ഇനി വികസനത്തെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് NDA സർക്കാർ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ കോറിഡോർ കൊണ്ടുവരും. പിന്നെ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് ഷിപ്പ് റിപ്പയർ ക്ലസ്റ്ററും വ്യവസായിക ഇടനാഴിയും കൊണ്ടുവരും. സൗജന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ സൗജന്യം കുടിവെള്ളം. ആരോഗ്യം നോക്കിയാലോ, ആയുഷ്മാൻ ഭാരത് പദ്ധതി എല്ലാ മലയാളികൾക്കും ലഭ്യമാക്കും. പൊതുവായ ചില മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ക്ഷേമ പെൻഷൻ 3 മുന്നണികളും 3000 രൂപ എന്ന തുകയിൽ ഒരേപോലെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇനി മെട്രോ, തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ റെയിൽ കൊണ്ടുവരും എന്ന ആവശ്യം 3 മുന്നണികളും തങ്ങളുടെ പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മെട്രോ നഗരങ്ങളിൽ മെട്രോ റെയിൽ കൊണ്ടുവരുമെന്നുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും മുന്നണികൾ പുറത്തിറക്കുന്ന പ്രകടന പത്രികകളിൽ പ്രായോഗികമല്ലാത്ത വാഗ്ദാനങ്ങളും, അതായത് കോമഡികളും പഴയ വാഗ്ദാനങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നതും രീതികളും സാധാരണ ഉണ്ടാകാറുള്ളതാണ്.
ഇതിൽ 2026 സാഹചര്യത്തിൽ അവയെ ഇങ്ങനെ വിലയിരുത്താൻ നമുക്ക് താഴെ ഇനി ഞാൻ പറയാം. അതായത് 3000 രൂപ എന്ന മാന്ത്രിക സംഖ്യ ഏറ്റവും വലിയ തമാശയായി രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെല്ലാം കാണുന്നുണ്ട്. 3 മുന്നണികളും ഒരേപോലെ 3000 രൂപ ക്ഷേമ പെൻഷൻ വാഗ്ദാനം ചെയ്തതിലാണ് ഒരു കോമഡി നമ്മൾ ഇതിൽ കാണുന്നത്. യാഥാർത്ഥ്യം എന്തെന്നാൽ നിലവിൽ 1600 രൂപ പെൻഷൻ നൽകാൻ പോലും മാസങ്ങളോളം കുടിശ്ശിക വരുത്തുന്ന ഒരു സംസ്ഥാന ഖജനാവിലിരുന്നാണ് 3 കൂട്ടരും ഇത് ഇരട്ടിയാക്കുമെന്ന് പറയുന്നത്. ഇതിന് ആവശ്യമായ അധിക തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ആരും വ്യക്തമാക്കുന്നില്ല. അടുത്ത് മുടിഞ്ഞ സംസ്ഥാനത്ത് ഇത് വെറും നമ്പർ കളി മാത്രമാണ്. റെയിലും മെട്രോയും തുടർക്കഥകൾ മാത്രമാണ്. LDF കഴിഞ്ഞ തവണ വലിയ വിവാദമായ സിൽവർ ലൈൻ റെയിൽ ഇപ്പോൾ പത്രികകൾ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. പകരം തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ വരുമെന്ന് പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി കേൾക്കുന്ന കാര്യമാണിത്. ഇനി NDAയുടെ കാര്യം ഓർത്താലോ? റെയിലിനെ എതിർത്ത BJP ഇപ്പോൾ അതിവേഗ റെയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത്. ഇതൊരു ഇരട്ടത്താപ്പായി വിമർശിക്കപ്പെടുന്നുണ്ട്. പേര് മാറ്റി അവതരിപ്പിക്കുന്നുണ്ട് പല പദ്ധതികളും എന്നല്ലാതെ പ്രായോഗികതയിൽ വലിയ വ്യക്തതയൊന്നുമില്ല. പിന്നെ കേന്ദ്ര പദ്ധതികളുടെ റീബ്രാൻഡിങ്. അതുകൊണ്ട് NDA കേന്ദ്രം നൽകുന്ന പല പദ്ധതികളും, ഉദാഹരണത്തിന് ആയുഷ്മാൻ ഭാരത് സൗജന്യ അരി സംസ്ഥാനത്തിൻ്റെത് മാത്രമെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. മാത്രമല്ല NDAയുടെ പ്രകടന പത്രികയിൽ ഇക്കുറിയും എയിംസ് ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു തുടർക്കഥയായി ഇനി അടുത്ത ഇലക്ഷനിലും പോകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി LDF ആൻഡ് UDF കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പല വികസന പ്രവർത്തനങ്ങളും തങ്ങളുടെ സ്വന്തം നേട്ടമായി പത്രികയിൽ ചിത്രീകരിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങളെ കുറിച്ചുള്ള വ്യക്തത പത്രികകളിൽ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. സൗജന്യങ്ങളുടെ പെരുമഴ, സൗജന്യ യാത്രയും വെള്ളവും, UDFന്റെ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രയും, NDAയുടെ സൗജന്യ കുടിവെള്ളവും കേൾക്കാൻ സുഖമുള്ളവയാണ് അല്ലേ? എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന KSRTCക്കും വാട്ടർ അതോറിറ്റിക്കും ഇത് താങ്ങാനാവില്ലെന്ന് എല്ലാവർക്കും അറിയാം. ആ സമയത്താണ് ഈ തള്ളലുകൾ. വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പോപ്പുലിസ്റ്റ് തമാശകളായി ഇവ മാറുന്നുണ്ട്. റബ്ബർ വിലയും കർഷകരും റബ്ബർ വില 300 രൂപയാക്കും എന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും കേൾക്കുന്ന സ്ഥിരം പല്ലവിയാണ് അല്ലേ? മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട്. ആഗോള വിപണിയിലെ വിലയും കേന്ദ്രത്തിന്റെ ഇറക്കുമതി നയവും നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ട്. എന്നിട്ടും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് എല്ലാ മുന്നണികളും ഈ വാഗ്ദാനം ആവർത്തിക്കുന്നുണ്ട്. അതിലെ കളി എന്താണ്? പിന്നെ തൊഴിലില്ലായ്മയും 20 ലക്ഷം തൊഴിലും ഓരോ 5 വർഷവും കൂടുമ്പോഴും ലക്ഷക്കണക്കിന് അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് എല്ലാ പദ്ധതികളും എല്ലാ പത്രികകളും പറയും. എന്നാൽ PSC വഴിയുള്ള നിയമനങ്ങൾ പോലും മരവിപ്പിക്കുകയും താൽക്കാലിക നിയമനങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് നിലവിലെ സാഹചര്യം. ചുരുക്കത്തിൽ പ്രായോഗികമായ സാമ്പത്തിക സ്രോതസ്സുകൾ ചൂണ്ടിക്കാണിക്കാതെ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ആഗ്രഹങ്ങളുടെ പട്ടിക, അതായത് ഒരു വിഷ് ലിസ്റ്റ് മാത്രമായി പലപ്പോഴും ഈ പ്രകടന പത്രികകൾ മാറുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഈ പ്രകടന പത്രികകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകാവുന്നതാണ് ഈ പത്രികകളെല്ലാം ഈ സർക്കാരിൻ്റെയൊക്കെ ഒരു വിഷ് ലിസ്റ്റ്, അതായത് ആഗ്രഹം ഉള്ള ഒരു ലിസ്റ്റുകൾ മാത്രമാണ്. അല്ലാതെ ഇതൊക്കെ എവിടെ നടപ്പാക്കാൻ പോകുന്നു? നടപ്പാകുന്നത് വളരെ തുച്ഛമായവ മാത്രമായിരിക്കും. അത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നുള്ളത് സംസ്ഥാന സർക്കാരിന് കിട്ടുന്നത് സംസ്ഥാന സർക്കാർ ചെയ്തു എന്നാക്കി മാറ്റുന്നു പലതും. പിന്നെ കേന്ദ്രം എന്താണ് ചെയ്യുന്നത്? സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നത് കൈയിട്ട് വാരുന്നുണ്ട് അവർ.
അവരും പേരുകൾ മാറ്റി പല പദ്ധതികളും അവരുടേതാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അങ്ങനെ എയിംസ് ഇനിയും വന്നിട്ടില്ലാത്ത എയിംസിനെ കുറിച്ച് വീണ്ടും അടുത്ത പ്രകടന പത്രികയിലും പറയുന്നുണ്ട്. എന്തായാലും എയിംസ് വരുമോ ഇല്ലയോ എന്നുള്ളത് ഇനി അടുത്ത ഇലക്ഷന് നമ്മൾ പ്രകടന പത്രികയിൽ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ BJP-യുടെയും LDF-ന്റെയും UDF-ന്റെയും തമാശകളായ പ്രകടന പത്രികകളാണ് നമ്മൾ ഈ ഇലക്ഷന് മുന്നോടിയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേതൊക്കെ സത്യമാവും എന്നുള്ളത് നമുക്ക് ഇനി കണ്ട് മനസ്സിലാക്കാം പിന്നാലെ. അപ്പോൾ നമസ്കാരം.